തൈര് സാദവും വാഴയ്ക്ക വറുവലും. ഇന്നത്തെ ലഞ്ച് ബോക്സിൽ ഇതായിരുന്നു വിഭവങ്ങൾ. തൈര് സാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തത്. പച്ചരി അരമണിക്കൂറൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിനുശേഷം ഇതിനെ കുക്കറിലൊന്ന് വേവിക്കണം. കുക്കറിലേക്ക് 1 കപ്പ് പച്ചരിക്ക് 3 കപ്പ് അളവിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം ഇതിനെ ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഞാൻ ഇപ്പോഴേ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ഉപ്പ് പിന്നെ ചേർത്താൽ മതി. അങ്ങനെ 4 വിസിലിൽ വേവിച്ച് വെച്ചു. ഇപ്പം നമ്മുടെ പച്ചരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ബസ്മതി റൈസിലോ കൈമ അരിയിൽ അങ്ങനെ ഇഷ്ടമുള്ള അരിയിൽ ഉണ്ടാക്കാം. എങ്കിലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക നല്ല ഇനം പച്ചരിയിലാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് തിളപ്പിച്ച പാല് ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചാറിയ പാലാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ പാല് കൂടി ചേർക്കുമ്പോൾ തൈര് സാദം ഏറെ സമയം ഇരുന്നാലും ഒരുപാട് അങ്ങ് പുളിച്ചു പോവില്ല. അതുകൊണ്ടാണ് പാല് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3/4 കപ്പോളം തൈരും ചേർത്ത് കൊടുക്കാം. തൈര് പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്താൽ മതി. പുളി കുറഞ്ഞ തൈരാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനിയും 1 പിടി കശുവണ്ടി പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. 2 വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത്, 1 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർക്കുന്നത് എടുക്കാൻ വിട്ടുപോയി, ക്ഷമിക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നെയ്ക്ക് പകരം നല്ലെണ്ണയോ കടലയെണ്ണയോ ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി തീ ഓഫ് ചെയ്തിട്ട് 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. അതിൻ്റെ പച്ചമണം ഈ ചൂടിൽ തന്നെ അങ്ങ് മാറിക്കിട്ടും. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചോറിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ക്യാരറ്റ് കൂടി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഹെൽത്തിയുമായിരിക്കും, കാണാൻ നല്ല ഭംഗിയുമായിരിക്കും. ഞാൻ ആ ഒരു രീതിയിലും ചെയ്യാറുണ്ട്. ഇന്ന് ക്യാരറ്റ് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചേർത്തില്ലാന്നേ ഉള്ളൂ. ഇത് നേരത്തെ ഞാൻ ക്യാരറ്റ് ചേർത്ത് തയ്യാറാക്കിയ തൈര് സാദമാണ്. ഇനി നമുക്ക് വാഴയ്ക്ക വറുവൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് കറിവാഴയ്ക്കയാണ് ഏറ്റവും നല്ലത്. ഏത്തക്കയെക്കാട്ടിൽ നല്ലത് ഈ ടൈപ്പ് വാഴയ്ക്കയാണ്. വാഴയ്ക്കയുടെ തൊലി ഇങ്ങനെ ചീകി കളയാം. അതിന് ശേഷം അരിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കറ പോകാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കഴുകണം. അതിൻ്റെ കറ അങ്ങ് മാറിക്കിട്ടും. ഇനിയും ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. ഇതൊരു തമിഴ് സ്റ്റൈൽ ആയതുകൊണ്ട് നല്ലെണ്ണയാണ് നല്ലത്. പക്ഷേ ഞാൻ നമ്മുടെ ഒരു കേരള രുചി കൂടി കിട്ടാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. 2 സവാള, 2-3 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റണം. സവാള നല്ല ബ്രൗൺ നിറത്തിലാവുന്നത് വരെ വഴറ്റണം. ഈ ഒരു പരുവത്തിലെത്തണം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. രണ്ടും ഓരോ ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുത്തത്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. അതിൻ്റെയും വെള്ളമൊക്കെ വറ്റി പച്ചമണം ഒന്ന് മാറി വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കുന്നതിലും നല്ലത് അരച്ച് ചേർക്കുന്നതാണ് രുചി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ് ഈ വാഴയ്ക്ക വറുവലിന് ചേർക്കുന്നത്. അപ്പം ഇനി നമ്മുടെ വാഴയ്ക്ക ചേർത്ത് കൊടുക്കാം. വാഴയ്ക്ക ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ മസാലകളെല്ലാം വാഴയ്ക്കയുടെ എല്ലാ വശത്തേക്കും ഒരേ രീതിയിലെത്തണം. ഇനിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ വാഴയ്ക്ക ഒന്ന് വെന്ത് കിട്ടണം. അതിനുവേണ്ടി ഇതിനെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കാം. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ വാഴയ്ക്ക നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനിയും അടപ്പങ്ങ് മാറ്റാം. അതിനുശേഷം വീണ്ടും ഇതിനെ ഇളക്കി കൊടുക്കണം. ഇനി ചെറിയ തീയിൽ ഇങ്ങനെ ഇട്ടേക്കണം. നമ്മുടെ ആവശ്യാനുസരണം ഇതിനെ മൊരിച്ചെടുക്കാം. എണ്ണ ഒരുപാട് കുറവായിട്ട് തോന്നിയാൽ അല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഏറ്റവും ഒടുവിൽ നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഏറ്റവും ലാസ്റ്റിൽ ചേർക്കുന്നതാണ് നല്ലത്. അത് എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർക്കാം. അങ്ങനെ വാഴയ്ക്ക വറുവലും തയ്യാറായി.